ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. പിന്നെ ഇന്ന സമയത്ത് ഇത് പഠിക്കണം. ഇപ്പോൾ ഓരോ ദിവസം തന്നെ ഇപ്പോൾ നമുക്ക് ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡെയിലി രാവിലെ തന്നെ ഇപ്പോൾ ഡെയിലി രാവിലെ അന്നത്തെ ഷെഡ്യൂൾ നമുക്ക് തരും. ഇന്ന് ഇത് പഠിച്ചാൽ മതി. ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയത് ആഷിഖ് സാറിൻ്റെ മോർണിംഗ് മീറ്റ് കൂടി കയറാം. അന്നത്തെ നമ്മൾ ഫുൾ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ വരും. മെൻ്റലി അല്ലെങ്കിൽ എൻ്റെ ബ്രെയിന് കുറച്ചുകൂടി വർക്ക് ചെയ്യുന്ന നേരത്തായിരുന്നു ഞാൻ ക്ലാസ്സുകളൊക്കെ കാണാൻ നോക്കിയത്. അതുകഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് നോട്ട് ചെയ്താണെങ്കിൽ ഷോർട്ട് നോട്ടാക്കിയേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഫിസിക്സോ കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. രാത്രി ആകുമ്പോൾ നമുക്കൊരു ഡെയിലി ക്യൂസ് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. രാത്രി ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിവിഷൻ ക്യൂസ്, ഓരോ ചാപ്റ്റർ 3-4 ചാപ്റ്റർ അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് വന്നിട്ട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നത്, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുന്നത് ഒരു 15-30 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇവരെല്ലാ മാസത്തിലും ഒരു ഹാഫ് വെച്ചിട്ട് മുമ്പ് കഴിഞ്ഞ പാഠത്തിൻ്റെ മൊത്തത്തിൽ റിവിഷൻ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ എല്ലാ റിവിഷൻ എക്സാം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു 2 ദിവസം മുമ്പ് ആ റിവിഷനുള്ള ടോപ്പിക്സ് മൊത്തം ഞാൻ കവർ ചെയ്തു പോകും. ലൈക്ക് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് എടുക്കും. അപ്പോൾ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ആ ചാപ്റ്റർ കഴിയുമ്പം അതിൻ്റെ പോസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ PCT എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഇത് കിട്ടും. സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് ആ ചാപ്റ്റർ മൊത്തം നമ്മൾ എന്തൊക്കെ അറിയണം എന്നുള്ളൊരു കാര്യം തന്നിട്ടുള്ളൊരു ഓവർവ്യൂ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ആ പാഠം ഏകദേശം ക്ലിയർ ആയി, നമുക്ക് ഏതൊക്കെ നോക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു സാധനങ്ങൾ. ഈ ഫീൽഡിൽ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അപ്പോൾ മെഡിക്കോസ് വരുമ്പോൾ ആ ഫീൽഡിൽ തന്നെ അവരതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ്, അവർ മെഡിക്കോസ് ആയത് ഇങ്ങനെയാണല്ലോ നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ അവരെല്ലാം നമ്മളെപ്പോലെ കടന്നുപോയി എല്ലാ സിറ്റുവേഷനിലും അവർ കടന്നുപോയിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ അനുഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് നമ്മളെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ നമ്മൾക്ക് അതിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തി തരും. ഇനിയുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഒരു പ്ലാൻ ഇല്ലാണ്ടിരുന്ന ആൾക്കാരായിരിക്കും അധികം ആൾക്കാരും, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഡോക്ടറായിരിക്കും. ഇന്നെന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഇന്നലെ ചെയ്തത് എത്രമാത്രം ചെയ്യാൻ പറ്റി എന്നൊക്കെ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോകണം. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസിനെ കൂടുതൽ സ്ട്രോങ് ആക്കി വരുത്താനും സ്ട്രോങ്ങിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കണമെങ്കിൽ നല്ലൊരു പ്ലാൻ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. നമ്മളൊരു സ്വന്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വന്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ ഡ്രോപ്പായിരിക്കും. ഇവരുണ്ടാക്കുന്ന പ്ലാൻ വെച്ചാൽ കറക്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അതിന് ഡ്രോപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാനായിട്ട് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഡ്രോപ്പിൻ്റെ പ്ലാൻ മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ.